സുന്ദര കാഴ്ചകളുമായി ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ അമേരിഗോ വെസ്പുച്ചി ഒമാനിലെ മസ്കറ്റ് സുൽത്താൻ കാബൂസ് തുറമുഖത്തെത്തി. 2 വർഷത്തെ ലോക പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാലിയൻ നാവിക കപ്പലായ അമേരിഗോ വെസ്പുച്ചി ബുധനാഴ്ച രാവിലെ 8 മണിക്കാണ് നങ്കൂരമിട്ടത്. ഞായറാഴ്ച വരെ കപ്പൽ ഒമാനിലെ മസ്കറ്റ് സുൽത്താൻ കാബൂസ് തുറമുഖത്തുണ്ടാവും. പൊതുജനങ്ങൾക്ക് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ കപ്പൽ സന്ദർശിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20,000-ഓളം പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം പലർക്കും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നുമുണ്ട്. ബുക്കിംഗ് പൂർണ്ണമായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാൻ പറ്റിയേക്കും. സുൽത്താൻ കാബൂസ് തുറമുഖത്തെ 6ാം ബെർത്തിൽ എത്തിച്ചേർന്ന കപ്പലിനെ ഒമാനിലെ ഇറ്റാലിയൻ അംബാസഡർ പിയർലുജി ഡി ഇലിയ, അഡ്മിറൽ എൻറിക്കോ ക്രെഡന്റിനോ, ഇറ്റാലിയൻ നാവികസേനാ മേധാവി, പ്രാദേശിക ഭരണകൂടവും സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. വെസ്പുച്ചിയും തുറമുഖ സന്ദർശനത്തോടനുബന്ധിച്ച് ഇറ്റാലിയൻ നാവികസേന മേധാവി അഡ്മിറൽ എൻറിക്കോ ക്രൈഡന്റിനോ സുൽത്താനേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇറ്റാലിയൻ നാവികസേനയുടെ പരിശീലന കപ്പലായ അമേരിഗോ വെസ്പുച്ചി വേൾഡ് ടൂറിന്റെ ഭാഗമായാണ് ഒമാനിലേക്കുള്ള വരവ്. ഒമാനിലേക്കുള്ള കപ്പലിന്റെ ആദ്യ സന്ദർശനമാണിത്. 90 വർഷത്തിലേറെ പാരമ്പര്യമുള്ള നാവിക കപ്പലാണ് അമേരിഗോ വെസ്പുച്ചി. ഇറ്റലിയുടെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിഹ്നങ്ങളിലൊന്നാണ്. 2023 ജൂലൈ 1-ന് ജനോവ തുറമുഖത്ത് നിന്നാണ് കപ്പൽ പുറപ്പെട്ടത്. ഇറ്റലിയെ ഒരു രാജ്യമാക്കി മാറ്റുന്ന സംസ്കാരം, ചരിത്രം, നവീകരണം, ശാസ്ത്രം, ഗവേഷണം, സാങ്കേതിക വിദ്യ എന്നിവ ഇതിനോടൊപ്പം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചൊവ്വാഴ്ച മുതൽ സസ്റ്റനബിൾ ഇറ്റി എക്സ്പീരിയൻസ് സെന്ററിൽ വോയേജസ് അക്രോസ് ഓഷ്യൻസ്, ദി ലെഗസി ഓഫ് അമേരിഗോ വെസ്പുച്ചി ആൻഡ് ഷബാബ് ഒമാനി മാരിടൈം ഹെറിറ്റേജ് എന്ന പേരിൽ ഫോട്ടോ പ്രദർശനവും നടക്കുന്നുണ്ട്. അമേരിഗോ വെസ്പുച്ചി, ഒമാനിലെ കപ്പലായ ഷബാബ് ഒമാൻ എന്നിവ നടത്തിയ യാത്രകളുടെയും മറ്റും ചരിത്രവും വിശദാംശങ്ങളും വിശദീകരിക്കുന്നതാണ് പ്രദർശനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ആളുകൾ പ്രദർശനം കാണാനായെത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20,000-ഓളം പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം പലർക്കും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നുമുണ്ട്. Doing the navigation, so it's really different. The scenario, you see all the tourists, but it's a vibrant place where we work and sail. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20,000-ഓളം പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം പലർക്കും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നുമുണ്ട്. ബുക്കിംഗ് പൂർണ്ണമായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാൻ പറ്റിയേക്കും. സുന്ദര കാഴ്ചകളുമായി ലോകത്തിലെ ഏറ്റവും മനോഹരമായ കപ്പൽ അമേരിഗോ വെസ്പുച്ചി ഒമാനിലെ മസ്കറ്റ് സുൽത്താൻ കാബൂസ് തുറമുഖത്തെത്തി. 2 വർഷത്തെ ലോക പര്യടനത്തിന്റെ ഭാഗമായി ഇറ്റാലിയൻ നാവിക കപ്പലായ അമേരിഗോ വെസ്പുച്ചി ബുധനാഴ്ച രാവിലെ 8 മണിക്കാണ് നങ്കൂരമിട്ടത്. ഞായറാഴ്ച വരെ കപ്പൽ ഒമാനിലെ മസ്കറ്റ് സുൽത്താൻ കാബൂസ് തുറമുഖത്തുണ്ടാവും. പൊതുജനങ്ങൾക്ക് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ കപ്പൽ സന്ദർശിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20,000-ഓളം പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേസമയം പലർക്കും ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നുമുണ്ട്. ബുക്കിംഗ് പൂർണ്ണമായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാൻ പറ്റിയേക്കും. സുൽത്താൻ കാബൂസ് തുറമുഖത്തെ 6ാം ബെർത്തിൽ എത്തിച്ചേർന്ന കപ്പലിനെ ഒമാനിലെ ഇറ്റാലിയൻ അംബാസഡർ പിയർലുജി ഡി ഇലിയ, അഡ്മിറൽ എൻറിക്കോ ക്രെഡന്റിനോ, ഇറ്റാലിയൻ നാവികസേനാ മേധാവി, പ്രാദേശിക ഭരണകൂടവും സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു.